13-ാമത്തെ കഥ അവതരിപ്പിക്കുന്നത് സതീഷ് മരോട്ടിച്ചാൽ. അല്ല, ഇതല്ല വീട്. മടുപ്പോടെ അയാൾ ഒരിക്കൽ കൂടി ചുറ്റും കണ്ണോടിച്ചു. രാംദാസ് പറഞ്ഞു തന്ന കാര്യങ്ങളിൽ നിന്നും സതീശൻ്റെ വീട് ആരോടും ചോദിക്കാതെ തന്നെ സംശയത്തിനിടയില്ലാത്ത വിധം കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് അഹന്ത നിറഞ്ഞ ഒരുതരം ആത്മവിശ്വാസം അല്പം മുൻപ് വരെ അയാൾക്കുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ മഴ കൂടുതൽ ശക്തി പ്രാപിക്കുകയാണ്. ധരിച്ചിരുന്ന കോട്ടിനിടയിലൂടെ മഴവെള്ളം കിനിഞ്ഞിറങ്ങി നെഞ്ചിലൂടെ അടിവയറിനെയും തണുപ്പിച്ചുകൊണ്ട് പിന്നെയും താഴോട്ട്. അതെ, മഴക്കൂട്ടിന് മുകളിലൂടെ കൈയമർത്തിയപ്പോൾ അയാൾക്കത് ബോധ്യമാവുകയും ചെയ്തു. പിന്നീട് ആലോചിച്ചു നിൽക്കാതെ സ്കൂട്ടർ അല്പം കൂടി മുന്നോട്ടെടുത്തു അയാൾ. അടുത്ത വളവിലെത്തിയപ്പോൾ കൈകൾ അറിയാതെ ബ്രേക്കിലമർന്നു. ഇടതുവശത്ത് കണ്ട ചെറിയ ബസ് സ്റ്റോപ്പിലേക്ക് അയാൾ ഓടിക്കയറി. അതൊരു ബസ് സ്റ്റോപ്പാണെന്നൊന്നും പറയാനാവില്ല. 4 കോൺക്രീറ്റ് കാലിൽ 4-5 തുരുമ്പിച്ച തകര ഷീറ്റ്. ഇരിക്കാനുള്ള സൗകര്യമൊന്നും എന്തിന്, നിൽക്കുമ്പോൾ തന്നെ ഒന്ന് നനയാതിരിക്കാനുള്ളൊരിടം പോലും അതിലുണ്ടായിരുന്നില്ല. ബസ് ഷെഡിന് അല്പം മാറി കാഴ്ചയിൽ തെറ്റില്ലാത്ത മറ്റൊരു വീടുണ്ടായിരുന്നു. എന്നാൽ അതും സതീശൻ്റെ വീടല്ലെന്ന് അയാൾ സ്വയം തീരുമാനിച്ചു. നിന്നിരുന്ന ഷെഡിന് നേരെ എതിർവശത്ത് റോഡിനേക്കാൾ താഴ്ന്നു കിടക്കുന്ന പ്രദേശം മുഴുവൻ കൃഷിസ്ഥലങ്ങളാണ്. അകലേക്ക് പോകുന്തോറും അത് ഉയരം കൂടിയൊരു കുന്നിൻ പ്രദേശമായി മാറുന്നു. അതിനു മുകളിൽ ഒരു വിദൂര കാഴ്ചയിലെന്നോണം തലയുയർത്തി നിൽക്കുന്ന പള്ളി. റോഡിനും പള്ളിക്കുമിടയിൽ കിലോമീറ്ററുകൾ പരന്നു കിടക്കുന്ന കൃഷിയിടത്തിന് നടുവിലൂടെ കുന്നിലേക്ക് നീണ്ടുപോകുന്ന ചെമ്മൺ റോഡ്. ഇതിലെവിടെയോ ആയിരിക്കണം സതീശൻ്റെ ഒരു കശാപ്പുകാരൻ്റെ ആത്മകഥ എന്ന ചെറുകഥയിലെ മീശമണിയൻ്റെ വീട്. വീട് മാത്രമല്ല, അവസാനം അയാൾ തൂങ്ങി മരിച്ച വലിയ മാവും വീടിന് മുന്നിലുണ്ട്. പക്ഷേ അതെല്ലാം അയാളുടെ കാഴ്ചയിൽ അവ്യക്തമായിരുന്നു അപ്പോൾ. അല്ലെങ്കിൽ അതെല്ലാം അപ്രത്യക്ഷമായിരിക്കുന്നു. വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ട് 1 മണിക്കൂറോളമായി. ഇറങ്ങുമ്പോൾ മഴയുടെ യാതൊരു ലക്ഷണവും ഉണ്ടായിരുന്നില്ലെന്ന് അയാൾ ഓർത്തു. ഇന്ന് തന്നെ സൗകര്യപ്പെടുമെങ്കിൽ വൈകുന്നേരത്തിന് മുൻപ് തന്നെ സതീശനെ കാണണമെന്ന് രാംദാസ് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണല്ലോ 3 മണിക്കൂർ മുമ്പ് എഴുതിയ എല്ലാ കഥകളും ഒരു ഫയലിൽ കുത്തി നിറച്ച് അയാൾ. കഥകളെല്ലാം സതീശനെ കാണിക്കുക എന്ന് മാത്രമായിരുന്നു അയാളുടെ ഉദ്ദേശം. അതല്ലാതെ രാംദാസ് പറഞ്ഞതുപോലെ പ്രസിദ്ധീകരിക്കണമെന്നൊന്നും. വീട്ടിൽ നിന്നും അധിക ദൂരം എത്തുന്നതിന് മുൻപേ മഴ തുടങ്ങിയിരുന്നു. സ്കൂട്ടറിൻ്റെ സീറ്റിനടിയിൽ മഴക്കൂട്ടുണ്ടായിരുന്നു. അതെടുത്ത് അടുത്ത് കണ്ട കടയുടെ വരാന്തയിലേക്ക് ഓടിക്കയറി അയാൾ. വണ്ടിയിൽ ഹെൽമെറ്റ് ഉണ്ടായിരുന്നില്ല. കൂട്ടുധരിച്ച് എത്ര നേരം നിന്നു എന്നറിയില്ല. പൊടുന്നനെ മാനത്ത് നിന്ന് പൊട്ടി വീണതുപോലെ രാംദാസിൻ്റെ വാക്കുകൾ അയാളുടെ കാതുകളിൽ മുഴങ്ങി. പിന്നീട് മഴ മാറാൻ കാത്തു നിൽക്കാതെ അയാൾ പുറപ്പെട്ടു. 1-2 പേരോട് ചോദിച്ചെങ്കിലും അവരാരും അവിടെ താമസിക്കുന്നവരായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും കണ്ടുമുട്ടിയ വൃദ്ധനാണ് അധികം അകലെയല്ലാത്തൊരു വീടിന് നേരെ കൈ ചൂണ്ടി പറഞ്ഞത്. മുറ്റത്ത് ആ മാവ് നിൽക്കുന്ന വീട്. ഞാൻ ചോദിച്ചത് മീശമണിയൻ്റെ വീടല്ലായിരുന്നു. എന്നിട്ടും വീടിന് മുന്നിൽ മഴയിലേക്ക് നോക്കി സതീശൻ ഇരിപ്പുണ്ടായിരുന്നു. കുശലാന്വേഷണത്തിന് നിൽക്കാതെ എഴുന്നേൽക്കുന്നതിനിടയിൽ കരുതി വെച്ചതുപോലെ ആദ്യ ചോദ്യം എടുത്തിട്ടു സതീശൻ. ബുദ്ധിമുട്ടിയോ വീട് കണ്ടുപിടിക്കാൻ? സതീശൻ്റെ ചോദ്യത്തിന് ഔപചാരികത ലേശം പോലുമില്ലാതെ ഒരു ഉത്തരം പുറത്തേക്ക് തെറിച്ചു വീണു. ആ, ബുദ്ധിമുട്ടി. സ്കൂട്ടറിൻ്റെ പെട്ടിയിൽ നിന്നും പുറത്തെടുക്കുമ്പോൾ നനഞ്ഞ പുതുമഴയുടെ പിറ്റേന്ന് എന്ന പേരിൽ അയാൾ എഴുതിയ കഥയടങ്ങിയ ഫയൽ ധരിച്ചിരുന്ന ജീൻസിൽ തുടച്ച ശേഷം അയാൾ സിറ്റൗട്ടിലേക്ക് കയറി. പിന്നീട്
സതീശന് പിന്നാലെ അകത്തെ സോഫയിലേക്കും. രാംദാസ് പറഞ്ഞതിൽ നിന്ന് സതീശന് 2 കുട്ടികളാണുള്ളതെന്ന് മനസ്സിലാക്കിയിരുന്ന അയാൾ കൈവശം കരുതിയിരുന്ന ഡയറി മിൽക്കിൻ്റെ മധുരങ്ങൾ അവർക്ക് വീതിച്ചു നൽകി. പുറത്തെ മഴയുടെ ശബ്ദം അകത്തേക്ക് ഉണ്ടായിരുന്നില്ല. പഴയൊരു വീടായിരുന്നു. പിന്നീട് പലപ്പോഴായി പുതുക്കി പണിത് നല്ലൊരു വീടായിരിക്കുന്നു ഇപ്പോൾ. സതീശൻ്റെ ചെറുകഥാ സമാഹാരങ്ങളുടെ പുറംചട്ട പോലെ പല നിറങ്ങളായിരുന്നു ചുമരുകൾക്ക്. ഇരുണ്ട നിറങ്ങൾ. പുസ്തകങ്ങളുടെ പുറംചട്ടകൾക്ക് ഈ നിറങ്ങൾ ആസ്വാദ്യകരമെങ്കിലും ഈ ചുമരുകൾക്ക്... അയാൾ ആ വീട് മുഴുവനായും നോക്കിക്കാണുകയായിരുന്നു. അത് മനഃപൂർവ്വമായിരുന്നു താനും. അതിനാൽ സതീശനെ ശ്രദ്ധിക്കാത്തതുപോലെ അയാൾ ഭാവിക്കുകയും ചെയ്തു. പിന്നീടെപ്പോഴോ അയാൾ കൈമാറിയ കഥകളടങ്ങിയ ഫയൽ സതീശൻ മടിയിലെടുത്തു വച്ചു. അതിന് മുകളിലിരുന്ന കഥ ഒരു രഹസ്യം പോലെ എടുത്ത് മറിച്ച് നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ മാത്രം അയാൾ പറയാൻ തുടങ്ങി. ഇത് 12 കഥകളുണ്ട്. ഒരെണ്ണം കൂടി വേണമെന്നുണ്ടായിരുന്നു. 20ഓളം കഥകൾ എഴുതിയിട്ടുണ്ടായിരുന്നെങ്കിലും പലതും പലപ്പോഴായി നഷ്ടപ്പെട്ടു പോയി, മനസ്സിൽ നിന്ന് പോലും. എൻ്റെ ഇഷ്ട നമ്പറാണ് 13, ഭാഗ്യ നമ്പർ. പക്ഷേ എന്തു ചെയ്യാൻ, ഇപ്പോഴുള്ള ഈ കഥകൾ തന്നെ. ഇത് കഥകളാണോ എന്നൊന്നും എനിക്കറിയില്ല സത്യമായും. പക്ഷേ ഒന്നെനിക്കറിയാം, ഇതെല്ലാം എൻ്റെ ജീവിത അനുഭവങ്ങളാണ്. എൻ്റെ മനസ്സിനെ സ്വാധീനിച്ച കാര്യങ്ങൾ എനിക്ക് തോന്നിയ രീതിയിൽ എഴുതിയെന്ന് മാത്രം. സ്ഥിരമായുള്ള ഡയറി എഴുത്ത് നിർത്തിയപ്പോൾ ഒരാവേശത്തിൽ തുടങ്ങിയ, പിന്നെ ചില ആനുകാലികങ്ങളിൽ പ്രസിദ്ധീകരിച്ചു എന്ന് കരുതി അത്രയ്ക്കൊക്കെ അറിയില്ല. മാത്രമല്ല ഇത് കഥകൾ തന്നെയാണെന്ന് മറ്റുള്ളവർ കൂടി തോന്നണമല്ലോ. അതുകൊണ്ടാണ് വായിച്ചു നോക്കി കൊള്ളാവുന്നതാണെങ്കിൽ പുസ്തകമാക്കാൻ സഹായിക്കാമെന്ന് വാക്ക് തന്ന 1-2 എഴുത്തുകാർക്ക് മുന്നിൽ ഞാൻ ഈ കഥയില്ലായ്മകളെ തുറന്നു വച്ചത്. എന്നാൽ ഇതൊന്നും കഥകളല്ലെന്നും കഥയെന്നാൽ ജീവിതമല്ലെന്നും അത് ഭാവനയിൽ നിന്ന് വരേണ്ടതാണെന്നും ഒരുപക്ഷെ താനിനി ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ കാണിച്ചുകൂടാ എന്ന് പോലും പറയാതെ പറഞ്ഞു വെച്ചു അവരെല്ലാം. ഇതെല്ലാം കഴിഞ്ഞിട്ട് വർഷങ്ങളായി. കൗമാരപ്രായമായിരുന്ന ആ കഥകളെല്ലാം ഇപ്പോൾ മധ്യവയസ്കരായിരിക്കുന്നു. അതുകൊണ്ടാണ് താങ്കൾ എൻ്റെ കഥകൾ കാണണമെന്ന് പറഞ്ഞ് രാംദാസിനൊപ്പം വന്നപ്പോൾ വർദ്ധിച്ച സന്തോഷമൊന്നും എനിക്ക് തോന്നാതിരുന്നത്. മാത്രമല്ല ഉള്ളിൻ്റെ ഉള്ളിൽ അനാവശ്യമല്ലാത്തൊരു വേവലാതി ഉണ്ടായിരുന്നതാനും. അപ്പോൾ സതീശൻ അല്പം ശബ്ദമുയർത്തി ചോദിച്ചു, ഇപ്പോൾ ഇങ്ങനെയൊരു സംശയം വരാനെന്താ? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. സതീശൻ്റെ സൗമ്യമായ മുഖത്തു നിന്ന് തന്നെയാണോ ഇത്രയും കനത്ത ശബ്ദമെന്ന് ഒരു നിമിഷം അമ്പരന്നു പോയി അയാൾ. അതിൻ്റെ നടുക്കം മാറും മുൻപേ സതീശൻ തുടർന്നു. ആളുകളോട് പോകാൻ പറ. 2 വരി തെറ്റുകൂടാതെ എഴുതാൻ പോലും അറിയാത്തവരാണ് വിമർശിക്കാൻ വരുന്നത്. അതൊന്നും ഒരിക്കലും കാര്യമാക്കേണ്ട. കഥയ്ക്ക് മാത്രമായി എഴുതി വച്ചിരിക്കുന്ന നിയമങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ അതിനെയെല്ലാം പൊട്ടിച്ചെറിയുകയാണ് വേണ്ടത്. നമ്മുടെ മനസ്സ്, നമ്മുടെ വിശ്വാസം, നമ്മുടെ രീതികൾ, നമ്മുടെ ശരികൾ, ഇതൊക്കെ തന്നെയാണ് പ്രധാനം. അല്ലാതെ മഴ പെയ്തുകൊണ്ടിരുന്നത് പുറത്തായിരുന്നെങ്കിലും അതിൻ്റെ കുളിരും ആർദ്രതയും സതീശൻ്റെ വാക്കുകളുടെ രൂപത്തിൽ അയാളുടെ ഹൃദയത്തിലാണ് പെയ്തിറങ്ങിയത്. അതയാളെ തെല്ലൊന്നുമല്ല ആശ്വസിപ്പിച്ചത്. ആ ആശ്വാസം നൽകിയ ആത്മവിശ്വാസത്തിൽ ഒന്നിളകിയിരുന്ന് അയാൾ സതീശനെ നോക്കി. പക്ഷേ എല്ലാം അയാളുടെ തോന്നലായിരുന്നു, വെറും തോന്നൽ. കഥകളെക്കുറിച്ച് ഒന്നും തന്നെ സതീശൻ സംസാരിച്ചില്ലെന്ന് മാത്രമല്ല, അയാളെപ്പോലും കാണാത്തൊരു നോട്ടവുമായി പുറത്തേക്ക് നോക്കി. അയാൾ കൊടുത്ത ഫയൽ, അതിനുള്ളിലെ പുതുമഴയെ അല്ല 12 കഥകളെ ഒരു നോട്ടം കൊണ്ടുപോലും വേദനിപ്പിക്കാതെ ആദ്യമായി മഴ പെയ്യുന്നത് കാണുന്നൊരു കൊച്ചു കുട്ടിയുടെ കൗതുകം നിറഞ്ഞ കണ്ണുകളുമായി പുറത്തെ മഴയിലേക്ക് നോക്കി. എന്നാൽ സതീശൻ്റെ ഇടത് കൈ അപ്പോഴും ആ ഫയലിന് മുകളിലുണ്ടായിരുന്നു.
പിന്നീട് എന്തോ ഓർത്തിട്ടെന്ന പോലെ പെട്ടെന്ന് എഴുന്നേറ്റു സതീശൻ. ക്ഷമാപണത്തോടെ അയാളെ നോക്കി കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ എന്ന് പറഞ്ഞ് കുട്ടികൾക്കൊപ്പം അകത്തേക്ക് പോയി. സതീശൻ്റെ ഭാര്യ അവിടെ ഉണ്ടായിരുന്നില്ല. മുന്നിലെ ചുമരിൽ അയാൾക്ക് കാണാവുന്ന ചുറ്റുപാടിൽ മുഴുവനും കണ്ണോടിച്ചിട്ടും എവിടെയും കണ്ടില്ല അവരുടെ കുടുംബ ഫോട്ടോകളൊന്നും. എന്നാൽ ഏതോ പ്രശസ്ത ചിത്രകാരൻ വരച്ചൊരു ചിത്രം മുന്നിലെ ചുമരിലും വിൻസെൻ്റ് വാൻ ഗോഗിൻ്റെ സൂര്യകാന്തി എന്ന പ്രശസ്ത ചിത്രം വലതുവശത്തെ ഇളം നീല നിറമുള്ള ചുമരിലും സ്ഥാനം പിടിച്ചിരുന്നു. എങ്കിലും ആ കുട്ടികളുടെ മുഖത്തു നിന്നും അവരുടെ അമ്മയുടെ ഏകദേശ രൂപം മെനഞ്ഞെടുത്തു അയാൾ. ആ മുഖം ഇതിനു മുമ്പ് എവിടെയോ വെച്ച് കണ്ടതായി? ഇല്ല. ഒരുപക്ഷെ എല്ലാം ഒരു തോന്നലായിരിക്കും. അടുക്കളയിൽ അവർ 3 പേരും അയാൾക്ക് കുടിക്കാനായി പുതിയതായ എന്തോ ഒന്ന് ഉണ്ടാക്കിയെടുക്കാനുള്ള തിരക്കിലാണ്. അവരുടെ തിടുക്കമാണോ അടുക്കളയിലെ പരിചയക്കുറവാണോ, രണ്ടായാലും ഗ്ലാസുകളുടെയും പ്ലേറ്റുകളുടെയും അനാവശ്യ കലമ്പലുകളായി ആരുടെയും അനുവാദത്തിന് കാത്തു നിൽക്കാതെ ഹാളിനുള്ളിലേക്ക് അയാൾക്ക് വ്യക്തമായി കേൾക്കാൻ കഴിയുന്ന വിധം വന്നുകൊണ്ടിരുന്നു. പെട്ടെന്നാണ് അടുത്ത മുറിയിൽ നിന്നും സെറ്റുമുണ്ടും ഒട്ടും ചേരാത്ത ബ്ലൗസുമിട്ട് സതീശൻ്റെ അമ്മ അല്പം അകലെയായി കിടന്നിരുന്ന കസേരയിൽ വന്നിരുന്നത്. ചേരുന്നില്ലെങ്കിലും ആ വേഷത്തിലും അവർ കുലീനയായിരുന്നു. വന്നിരുന്ന പാടെ ഒരു പരിചയവുമില്ലാത്ത അയാളോട് വളരെ കാലത്തെ പരിചയമുള്ള ഒരാളോടെന്ന പോലെ അവർ സംസാരിക്കാൻ തുടങ്ങി. അവർ ആദ്യം ചോദിച്ചത് അവരുടെ മൂത്ത മകൻ ശിവദാസനെ അറിയുമോ എന്നാണ്. അറിയില്ലെന്ന് പറഞ്ഞപ്പോൾ സതീശനെ എങ്ങനെ അറിയുമെന്നായി. പിന്നീട് നാടും വീടുമെല്ലാം ചോദിച്ചു. നാടിൻ്റെ പേര് പറഞ്ഞപ്പോൾ അവർ ഒരിക്കൽ കൂടി എടുത്തു ചോദിച്ചു. വീണ്ടും ആ പേര് പറഞ്ഞപ്പോൾ അവർ കൂടുതൽ ആവേശത്തിലായി. അവരുടെ മകളെ വിവാഹം ചെയ്ത് അയച്ചിരിക്കുന്നത് അവിടേക്കാണെന്നും അതൊരു തെറ്റായ നടപടിയായി പോയെന്ന് അവളുടെ വിവാഹശേഷമുള്ള ജീവിതം പഠിപ്പിച്ചുവെന്നും തന്നെ ഏറ്റവും വേദനിപ്പിക്കുന്ന അവരുടെ വേവലാതികളാണെന്നും തുടങ്ങി സ്വന്തം വീടിനുള്ളിലെ ആഭ്യന്തര കാര്യങ്ങളെക്കുറിച്ചും ഒരു മുൻപരിചയവുമില്ലാത്ത അയാളോട് അവർ വിശദമായി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ സത്യത്തിൽ അയാൾ ഭയന്നുപോയി. അതിന് വ്യക്തമായ കാരണവുമുണ്ട്. 2 ദിവസം മുൻപ് നടന്നൊരു സംഭവമാണ്. ഉച്ചഭക്ഷണം കഴിഞ്ഞ് വരാന്തയിലെ ചാരുകസേരയിൽ വിശ്രമിക്കുകയായിരുന്നു അയാൾ. തൊട്ടരികിൽ യൂട്യൂബിൽ പാചക രീതികൾ തിരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് കയറുന്ന 2ാമത്തെ ചവിട്ടുപടിയിൽ ഭാര്യയും. അപ്പോഴാണ് കയ്യിലൊരു പഴയ സൂട്ട് കേസും തോൾ ബാഗുമായി ഒരാൾ കയറി വന്നത്. ഗ്യാസ് സ്റ്റൗ റിപ്പയർ ചെയ്യാനുണ്ടോ? സത്യത്തിൽ ഈ അടുത്ത കാലത്തായി സ്റ്റൗ കത്തുമ്പോൾ മഞ്ഞ നിറമുള്ള ജ്വാലയാണ് കാണുന്നത്. പാത്രങ്ങളെല്ലാം കരിപിടിക്കുന്നു. എങ്കിൽ ആ വിവരം മെക്കാനിക്കിനോട് പറയാമെന്ന് കരുതി അയാൾ വാ തുറക്കുന്നതിന് മുൻപേ ഭാര്യ പറഞ്ഞു, ഇല്ലില്ല, കംപ്ലൈൻ്റ് ഒന്നുമില്ല, സ്റ്റൗവിനെന്നല്ല ഒന്നിനും. ഒരു നിമിഷം മെക്കാനിക്ക് വല്ലാതായി. പിന്നീട് എന്തെല്ലാമോ പറയുന്നുണ്ടായിരുന്നെങ്കിലും അയാളുടെ ഭാര്യ അതെല്ലാം. അവസാനം വന്നയാൾ സൂട്ട് കേസ് എടുത്ത് പോകാനായി തുനിഞ്ഞപ്പോൾ കിടന്ന കിടപ്പിൽ നിന്ന് അല്പം നടുനിവർത്തിക്കൊണ്ട് അയാൾ ചോദിച്ചു, നിങ്ങൾ എവിടുന്നാണ്? മെക്കാനിക്കിൻ്റെ ഉത്തരം കേട്ടപ്പോൾ അയാൾ കൂടുതൽ ഉന്മേഷവാനായി. മെക്കാനിക്കിൻ്റെ വീടും അയാളുടെ ഭാര്യ വീടും ഒരേ സ്ഥലത്ത്, ഏകദേശം തൊട്ടടുത്ത് തന്നെയായിരുന്നു. പിന്നീട് കൂടുതൽ എന്തെങ്കിലും സംസാരിക്കുന്നതിന് മുൻപേ ഭാര്യ അയാളെ തടഞ്ഞു. അപ്പോൾ തന്നെ തൻ്റെ പെട്ടിയുമെടുത്ത് കരിപിടിച്ച മനസ്സോടെ മെക്കാനിക്ക് തിരിഞ്ഞു നടന്നു. പൊടുന്നനെ ഭാര്യ അയാൾക്ക് നേരെ തിരിഞ്ഞു. നിങ്ങൾക്ക് അയാളോട് എന്ത് വിശേഷമാണ് ചോദിച്ചറിയാനുണ്ടായിരുന്നത്? 10-15 കൊല്ലമായിട്ട് എല്ലാ ബന്ധങ്ങളും മറത്തുമാറ്റി എൻ്റെ വീട്ടുകാരെക്കുറിച്ച്. അവരുടെ ജീവിതം ആദ്യത്തേതിലും ഭേദപ്പെട്ടോ അല്ലെങ്കിൽ അതിനേക്കാൾ മോശമാണോ എന്നറിയാനോ? എല്ലാം പോട്ടെ, നമ്മുടെ ഇപ്പോഴത്തെ സുഖസൗകര്യങ്ങൾ അവരെ കണ്ടുമുട്ടുമ്പോൾ അയാൾ പങ്കുവെക്കട്ടെ എന്ന് കരുതിയോ? ഇതൊക്കെ ആയിരുന്നില്ലേ നിങ്ങളുടെ ഉള്ളിലിരിപ്പ്? കഷ്ടം. നിങ്ങളുടെ ഇത്തരത്തിലുള്ള പെരുമാറ്റം എനിക്ക് പിടിക്കില്ല എന്ന് നിങ്ങൾക്കറിയാം. എന്നിട്ടും
പിന്നീട് ഭാര്യ അയാൾക്കരികിലേക്ക് അല്പം കൂടി നീങ്ങിയിരുന്നു. എന്തു ചോദിച്ചാലും കുന്തം വിഴുങ്ങിയ മാതിരി ഇരുന്നാൽ മതിയല്ലോ. ഇന്നാളൊരു ദിവസം കടയിൽ വെച്ച് ഏതോ ഒരാളോട്, സത്യത്തിൽ അയാളുടെ പേര് പോലും നിങ്ങൾക്കറിയോ? പേര് പോട്ടെ, കണ്ടിട്ട് പോലുമില്ലാത്ത ഒരാളോട് ഓണത്തിന് ഒരാഴ്ച വീടടച്ച് ബാംഗ്ലൂരിൽ പോകുമെന്ന് പറഞ്ഞത് എന്തിനാ? ഇതൊക്കെ മറ്റുള്ളവരോട് പങ്കുവെക്കേണ്ട കാര്യങ്ങളാണോ, പ്രത്യേകിച്ച് ഇക്കാലത്ത്? മനസ്സ് കലങ്ങിയ ഒരു നോട്ടവുമായി ഒന്നും പറയാനില്ലാതെ അയാൾ പുറത്തേക്ക് തന്നെ നോക്കിയിരുന്നു. അതിനിടയിൽ ഭാര്യ എഴുന്നേറ്റ് ഇരുന്നിരുന്ന ചവിട്ടിയിൽ ശബ്ദം കേൾക്കുമാറ് കാൽ ശക്തിയായി തട്ടിക്കുടഞ്ഞ ശേഷം അകത്തേക്ക് പോയി. ഭാര്യ എല്ലാ ബന്ധങ്ങളും എന്തിന് ഈ ലോകത്തെ തന്നെ വെറുത്തുപേക്ഷിച്ച് സ്വന്തമായി നെയ്തുണ്ടാക്കിയ ഒരു കൂട്ടിലേക്ക് സ്വയം ചുരുണ്ടു കൂടുകയാണെന്ന് ഒരിക്കൽ കൂടി അയാൾക്ക് ബോധ്യമായി. അല്ലെങ്കിലും സ്വന്തം വീട്ടുകാരുമായി ആദ്യം കലഹം തുടങ്ങിയത് അവളായിരുന്നല്ലോ. പിന്നീട് മനസ്സിനെ കൊളുത്തി വലിക്കുന്ന ചിന്തകളിൽ നിന്നും അയാൾ തിരിച്ചിറങ്ങുമ്പോഴും സതീശൻ്റെ അമ്മ മരുമകൻ്റെ വീട്ടുകാരുടെ പോരായ്മകളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്നാൽ അതൊന്നും തന്നെ അയാൾ കേൾക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും അയാൾക്കുള്ള തണുത്ത പാനീയവുമായി സതീശൻ വന്നു. കൂടെ കുട്ടികൾ 2 പേരും ഉണ്ടായിരുന്നു. എന്നാൽ അയാൾ വന്നപ്പോൾ കൈമാറിയ മധുരങ്ങൾ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഒഴുക്കൻ ചില്ലു ഗ്ലാസ്സിൽ ഇളം മഞ്ഞ നിറത്തിലുള്ള പാനീയമായിരുന്നു അത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തത് എന്ന അയാളുടെ സംശയത്തിന് മറുപടിയായി അവർ മൂവരുടെയും ശ്രദ്ധ അയാളിലേക്കായി. എന്നാൽ അയാളുടെ അമ്മ അവരുടെ സംസാരം നിന്നുപോയതിൻ്റെ നീരസം നിറഞ്ഞ ഭാവവുമായി പുറത്തേക്ക് നോക്കിയിരുന്നു. ഡ്രിങ്ക്സ് ഉണ്ടാക്കുവാൻ ഉപയോഗിച്ച ഏതോ പേര് കേട്ട കമ്പനിയുടെ ക്രഷും അത് ഉണ്ടാക്കിയെടുക്കാൻ 3 പേരും സഹിച്ച ബുദ്ധിമുട്ടുകളും അവസാനം വേറെ എന്തെല്ലാമോ ചേർത്ത് ഒരു കോക്ടെയിൽ പോലെ ഇളം മഞ്ഞ നിറമുള്ള ഈ പാനീയം ഉണ്ടാക്കിയതും ജാക്കി ചാൻ സിനിമയിലെ ബിഹൈൻഡ് സീൻ പോലെ അവർ അയാൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു കൊണ്ടിരുന്നു. എങ്കിലും ആ പാനീയത്തിന് തണുപ്പിനേക്കാൾ കൂടുതൽ മധുരമുണ്ടായിരുന്നു. ത്യാഗത്തിൻ്റെ, അയാൾക്ക് മുന്നിൽ പുതിയൊരു പാനീയം വിളമ്പാൻ കാണിച്ച ആത്മവിശ്വാസത്തിൻ്റെ മധുരം. സാവധാനം അയാൾ ദൃഷ്ടികൾ സതീശൻ്റെ മുഖത്ത് തറച്ചു. ആരുടെയോ ഫോൺ വിളിക്ക് മറുപടി കൊടുക്കുകയായിരുന്ന സതീശൻ്റെ മുഖത്ത് അമ്മ കുടുംബകാര്യങ്ങളുടെ വിഴുപ്പലക്കിയത് കേട്ടതിൽ നിന്ന് ഉരുത്തിരിയേണ്ട ദേഷ്യമോ നിസ്സഹായതയോ നിറം മാറ്റമോ ഒന്നും അയാൾക്ക് കാണാൻ കഴിഞ്ഞില്ല. അതയാളെ ചെറുതല്ലാത്ത വിധം അമ്പരിപ്പിക്കുകയും ചെയ്തു. ഫോൺ വിളിക്ക് മറുപടി എന്നോണം ഭാര്യയെ കൂട്ടിക്കൊണ്ടുവരാൻ അകലെയുള്ള ബസ് സ്റ്റോപ്പിലേക്ക് പോകാനായി കാറിൻ്റെ താക്കോലെടുക്കാൻ സതീശൻ എഴുന്നേറ്റു. വന്ന കാര്യം പൂർത്തിയായതിനാൽ അയാൾക്ക് പോകാനുള്ള മൗനാനുവാദം കൂടിയാണതെന്ന് മനസ്സിലാക്കിയ അയാളും ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റു. സതീശന് കൈകൊടുത്ത് വീണ്ടും കാണാമെന്ന് പറഞ്ഞ് കുട്ടികൾക്ക് നേരെ കൈവീശി അയാൾ പുറത്തെ മഴയിലേക്ക് ഇറങ്ങി. സതീശൻ്റെ അമ്മയുടെ മുഖത്ത് ഒരിക്കൽ കൂടി നോക്കാനുള്ള ധൈര്യം അയാൾക്ക് നഷ്ടമായിരുന്നു. അപ്പോൾ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഗട്ടറുകൾ നിറഞ്ഞ വഴിയിലൂടെ ആയിരുന്നല്ലോ അയാൾ സതീശൻ്റെ വീട്ടിലേക്ക് പുറപ്പെട്ടത്. എന്നാൽ തിരിച്ചിറങ്ങുമ്പോൾ ഹൈവേക്ക് സമാനമായ വേറൊരു വഴിയിലൂടെ പോകാമെന്ന് പറഞ്ഞ് മറ്റൊരു വഴി പറഞ്ഞു കൊടുത്തു സതീശൻ. വലിയ തോതിലുള്ള ഇറക്കം കഴിഞ്ഞ് വളവ് തിരിയുമ്പോൾ ആദ്യം കണ്ട വീടിൻ്റെ പുറത്ത് വഴിയിൽ മതിലിനോട് ചേർന്ന് കെട്ടിക്കിടക്കുന്ന കലക്കവെള്ളത്തിൽ 2 ചെറിയ കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നു. അവർ അമ്മയുടെ കണ്ണ് വെട്ടിച്ചായിരിക്കാം കളിക്കാൻ ഇറങ്ങിയിരിക്കുക എന്ന് അയാൾ കരുതി. എന്നാൽ വഴിയിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന കരിങ്കൽ ചീളുകൾ പാകിയ മുറ്റത്ത് അവരെ ശ്രദ്ധിച്ചുകൊണ്ട് അമ്മയുമുണ്ടായിരുന്നു. മഴ അവരെ അത്രയധികം ഉത്സാഹത്തിലാക്കിയിരുന്നു. മറ്റൊരവസ്ഥയിലായിരുന്നെങ്കിൽ അയാളും അവരോടൊപ്പം മറ്റൊരു കുട്ടിയെപ്പോലെ ഒരു കാലത്ത് നെൽകൃഷി മാത്രം ചെയ്തിരുന്ന പാടം മുഴുവൻ പാവലും പടവലവും വിളഞ്ഞു നിൽക്കുന്ന പന്തലുകളാണ്. റബ്ബർ തോട്ടങ്ങളുടെയും വാഴത്തോപ്പുകളുടെയും ഇടയിലൂടെയാണ് ഹൈവേക്ക് സമാനമായ റോഡ്. മഴ വീണ്ടും ശക്തി പ്രാപിക്കുകയാണ്. ചെറിയ തോതിൽ റബ്ബർ മരങ്ങളെ ആട്ടിയുലയിച്ചുകൊണ്ട് കാറ്റും. സുഗമമായ വഴിയിൽ യാതൊരുവിധ തടസ്സങ്ങളുമില്ലാതെ
ആകാശത്ത് നിന്നും പെയ്തിറങ്ങിയ മഴച്ചീളുകളിൽ ചിലത് അയാളുടെ കൺതടങ്ങളെ ശക്തിയായി പ്രഹരിച്ച ശേഷം താഴെ വഴിയിൽ മരിച്ചു വീണുകൊണ്ടിരുന്നു. കണ്ണുകളിൽ ആദ്യം അനുഭവപ്പെട്ടത് നീറ്റലായിരുന്നു. പിന്നീടത് വേദന കലർന്ന അസ്വസ്ഥതയായി. പിന്നാലെ കാഴ്ചയും നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. കണ്ണുകളുടെ നീറ്റലും കാഴ്ചയുടെ മങ്ങലും കാരണം വണ്ടിയുടെ വേഗത അയാളെ അലോസരപ്പെടുത്തുന്നുണ്ടായിരുന്നു. എന്നിട്ടും നീറുന്ന കണ്ണുകൾ ബലമായി തുറന്നു പിടിച്ച് അയാൾ അകലേക്ക് നോക്കി വണ്ടി ഓടിച്ചു. ഇടതൂർന്നു നിൽക്കുന്ന റബ്ബർ തലപ്പുകൾക്കും അപ്പുറത്ത് അതിനേക്കാൾ ഉയരത്തിൽ വലിയ കുന്നിൻ പ്രദേശം. അത് മുഴുവൻ റബ്ബർ തോട്ടങ്ങളാണ്. അതിനിടയിലൂടെ കാണുന്ന മൊബൈൽ ടവറിന് താഴെയാണ് അയാളുടെ വീട്. അതിനു മുകളിൽ ആകാശത്ത് വലിയ കറുത്ത മേഘങ്ങൾ തൂങ്ങിക്കിടക്കുന്നു. മീശമണിയൻ്റെ അറവുശാലയിലേക്ക് സ്വയം നടന്നെടുക്കുന്ന പോത്തുകളാണ് ആ മേഘങ്ങളെന്ന് ഒരു നിമിഷം അയാൾക്ക് തോന്നി. എന്നാൽ ഈ മേഘപ്പോത്തുകൾക്ക് തലയുണ്ടായിരുന്നില്ല. അയാളുടെ കണ്ണുകളിൽ പതിക്കാതെ തെന്നിമാറി താഴോട്ട് പതിക്കുന്ന മഴത്തുള്ളികളെ കീറി മുറിച്ചുകൊണ്ട് വണ്ടി വീട് ലക്ഷ്യമാക്കി കുതിച്ചുകൊണ്ടിരുന്നു. അയാളുടെ മനസ്സിൽ അപ്പോൾ സതീശൻ ഉണ്ടായിരുന്നില്ല. സതീശൻ്റെ കുട്ടികളും അമ്മയും ഉണ്ടായിരുന്നില്ല. അയാൾ കണ്ടിട്ടില്ലെങ്കിലും കുട്ടികളുടെ മുഖഛായയിൽ നിന്നും അയാളുടെ മനസ്സിൽ പുഞ്ചിരിയോടെ കടന്നു വന്ന അവരുടെ ഇല്ല ഒന്ന് മാത്രമേ അയാളുടെ മുന്നിൽ ഉണ്ടായിരുന്നുള്ളൂ. മിനുസമാർന്നതും വീതി കൂടിയതുമായ നീണ്ടു നിവർന്നു കിടക്കുന്ന റോഡ്, മഴ നനഞ്ഞ് കുതിർന്നു കിടക്കുന്ന റോഡ്. നിങ്ങൾ ഇതുവരെ കേട്ടത് ഒരു രഹസ്യം പോലെ എന്ന കഥാസമാഹാരത്തിൽ നിന്ന് സതീഷ് മരോട്ടിച്ചാലിൻ്റെ 13ാമത്തെ കഥ എന്ന കഥയാണ്. താങ്ക് യു.